ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം ഭാഗം 370. ഇന്ന് ജനുവരി മാസം 4-ാം തീയതി. ദൈവം കൂടെ കൂട്ടിനുണ്ടെന്നുള്ള ഒരു പുത്തൻ ഉറപ്പ് നല്ലൊരു ഉടുപ്പ് പോലെ സ്വയം ദേഹത്തെയും ആത്മാവിനെയും പൊതിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്തൊരു ആത്മവിശ്വാസവും ധൈര്യവുമാണ്. അപ്പോഴും ഒന്നോർക്കേണ്ടതാണ്, അന്ന് നമ്മൾ ഒരുമിച്ച് പരിചയപ്പെട്ട ആ സമരിയക്കാരി സ്ത്രീയെ. അവൾ പറയുന്നുണ്ട് ഇപ്പോഴും, ഞാൻ ചെയ്ത കാര്യങ്ങളെയെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയെന്നോ, തിരിച്ച് അദ്ദേഹം എന്നെ കണ്ടുപിടിച്ചെന്നോ, നിങ്ങളും വന്നു കാണുവിൻ. പരാതികളില്ലാതെ പൊറുത്ത, വ്യവസ്ഥകളൊന്നും വെക്കാതെ ചേർത്ത് പിടിച്ച ക്രിസ്തുയേശു എന്ന സ്നേഹാനുഭവം നമ്മൾ ഓരോരുത്തരും സൗജന്യമായി അനുഭവിച്ചു വരുമ്പോൾ അതിൽ തന്നെ ചില വലിയ ഉത്തരവാദിത്തങ്ങൾ, കുറച്ചുകൂടി വലിയ ബാധ്യതകൾ നമ്മുടെ നേരെ ഉയരുന്നുണ്ട്. എന്താണത്? മറ്റുള്ളവരോടും നമ്മുടെ സ്നേഹവും സമീപനവുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പരാതികളില്ലാതെ പൊറുക്കുന്ന, വ്യവസ്ഥകളൊന്നും മുമ്പോട്ട് വയ്ക്കാതെ ചേർത്ത് പിടിക്കുന്ന, സാരമില്ല പോട്ടെ പിന്നീട് വീണ്ടും നോക്കാം എന്നൊക്കെ ആകുമോ നമ്മളും ഒപ്പമുള്ളവരോട് പതിവായി പറയുന്നത്? ഇടറിപ്പോയ ഒരാളെ അയാളുടെ ഭൂതകാലം ഓർക്കാതെയും നോക്കാതെയും തിരികെ സ്വീകരിക്കുമോ ഞാൻ എന്ന ഒറ്റ ചോദ്യം മാത്രം മതി ഈ പറഞ്ഞു വരുന്ന ബെഡ കാര്യങ്ങളിൽ നിന്ന് സ്വയം ഒളിച്ചോടാൻ. നിങ്ങളുടെ കാര്യമോ? നിങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥയോ? യേശു പറഞ്ഞ കഥയിലെ ധൂർത്ത പുത്രന്റെ ഉപമ, അതിലെ അപ്പനില്ലേ, പുള്ളി എങ്ങനെയായിരുന്നു എന്നുകൂടി നിങ്ങളോട് ഞാനിപ്പോൾ ചോദിച്ചാലോ? എനിക്കെന്തായാലും ഈ ചോദ്യത്തിന് 2 റെഡിമെയ്ഡ് ഉത്തരങ്ങൾ ഇപ്പോഴേ കയ്യിലുണ്ട്. യേശു പറഞ്ഞ കഥയിൽ നിന്ന് ഒരു ചോദ്യമോ? വേണ്ടേ വേണ്ട. 2, ഈ വല്യപ്പൻ സത്യത്തില് യേശു തന്നെ എന്ന് ഒരു ദൈവശാസ്ത്ര ഉത്തരവുണ്ട്. പുള്ളിയെ കൊണ്ട് അങ്ങനെ എന്തെല്ലാം പറ്റും? അതുപോലെയാണോ പാവങ്ങൾ, ഞങ്ങൾ, നമ്മൾ? ഈ ഉപമയിലെ അപ്പൻ യേശു ആണെന്നും യേശു ആകാനായിട്ട് ആരും മുതിരല്ലെന്നും, അത്രയ്ക്ക് അഹങ്കാരം ആ പഴയ ആദാമിനെ പോലെ പാടില്ലെന്നും, നമ്മളൊക്കെ വെറും പാപങ്ങൾ ചെയ്യുന്നവരും, അതുകൊണ്ട് നമുക്ക് യേശു കഥയിലെ ധൂർത്തപുത്രൻ മാത്രം ആയാൽ മതിയെന്നും അങ്ങ് ഏകകണ്ഠമായി തീരുമാനിച്ച് കൈയടിച്ച് ഓൾറെഡി പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊരു വൈഭവമാണ് നമുക്ക്! ഒന്നുകൂടി കൂടെ പറഞ്ഞു വെക്കാനുണ്ട് കേട്ടോ, അത് വിട്ടുപോയതല്ല. ധൂർത്തപുത്രന്റെ ജീവിതത്തിൻ്റെ ആദ്യ പകുതി മാത്രമേ ഞങ്ങളും സ്വീകരിക്കുന്നുള്ളൂ. അത്രയ്ക്കെത്താനേ വളരെ ബലഹീനരായ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. പട്ടിണിയിൽപ്പെട്ടതും പന്നിക്കൂട്ടത്തിൽ അകപ്പെട്ടതും തൊട്ട് സുബോധവും മാനസാന്തരവുമെല്ലാം മറ്റൊരു എപ്പിസോഡല്ലേ, അത് ഞങ്ങൾ വിട്ടുകളഞ്ഞു. വചനത്തെ വായിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും തിരുവചനമാണിതെന്ന് എന്തുമാത്രം മറവിൽ നിന്നുകൊണ്ടാണ്. അവനവൻ്റെ സൗകര്യത്തിന് കാര്യങ്ങളെ വളച്ചൊടിക്കുകയല്ലേ. പുതുവർഷത്തിൻ്റെ 4-ാം ദിനത്തിൽ
നമുക്ക് നമ്മളെ തന്നെ ഇത്തരം വികൃതിയിൽ നിന്ന്, ഇത്തരം കുസൃതിയിൽ നിന്ന്, നമ്മുടെ തന്നെ ബുദ്ധിയുടെ ഇത്തരം കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തന്നെ ഒന്ന് രക്ഷിച്ചെടുത്താലോ? സച്ചിദാനന്ദൻ്റെ മാഷിൻ്റെ നല്ലൊരു കവിത പോലെ, ദൈവമേ ഞങ്ങളെ ഞങ്ങളുടെ തന്നെ നുണകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ആമേൻ.